ഇന്ന് നമുക്ക് ന്യൂമറോളജിയിൽ നമ്പർ 3യെ കുറിച്ച്, അതായത് സൈക്കിക് നമ്പർ 3, ഏതൊക്കെ ദിവസങ്ങളിൽ ജനിച്ചവരാണ് സൈക്കിക് നമ്പർ 3 വരുന്നത്? 3-ാം തീയതി ജനിച്ചവർ, 30-ാം തീയതി ജനിച്ചവർ, 12-ാം തീയതി ജനിച്ചവർ, 21-ാം തീയതി ജനിച്ചവർ. ഇവരാണ് സൈക്കിക് നമ്പർ 3യിൽ വരുന്ന ആളുകൾ. ഈ നമ്പർ 3യുടെ റൂളർ എന്ന് പറയുന്നത് ജൂപ്പിറ്ററാണ്, അതായത് വ്യാഴം. അപ്പോൾ വ്യാഴത്തിൻ്റേതായ ഒരുപാട് ക്വാളിറ്റീസ് ഇവരിൽ കാണാൻ നമുക്ക് മനസ്സിലാക്കാം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ അംബീഷ്യസ് ആയ ആളുകളാണ് ഇവർ. ചെറിയ ആഗ്രഹങ്ങളൊന്നുമല്ല, വലിയ ആഗ്രഹങ്ങളാണ് ഇവർക്കുള്ളത്. അതിനുവേണ്ടി ഇവർക്ക് പ്രത്യേക മോട്ടിവേഷനൊന്നും ആവശ്യമില്ല. ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഇവർ തന്നെയാണ്. അതായത് സെൽഫ് മോട്ടിവേറ്റഡ് പേഴ്സൺസ് ആണ് ഇവർ. ഇവരെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇവർ തന്നെ ജീവിതത്തിലെ വിജയങ്ങളൊക്കെ കൈവരിക്കും. ചെറിയ ചെറിയ വിജയങ്ങളിലൊന്നും ഇവർ അടങ്ങില്ല. അതായത് ഒരു കാര്യം ജീവിതത്തിൽ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാര്യം, പിന്നെ അതിനുശേഷം അടുത്ത കാര്യം, അങ്ങനെയാണ് ഇവരുടെ ഗ്രാഫ് പോകുന്നത്. ജൂപ്പിറ്റർ അറിയാലോ, ജൂപ്പിറ്റർ ഒരു വലിയ പ്ലാനറ്റാണ്, ഏറ്റവും വലിയ പ്ലാനറ്റാണ് ജൂപ്പിറ്റർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചെറുതായിട്ടൊന്നും ചിന്തിക്കാൻ പറ്റില്ല, എല്ലാം വലുതായിട്ട് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഒരു സബോർഡിനേറ്റ് ആയിട്ടൊന്നും ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവരൊരു ഒരു ഒരു ഹെഡായിട്ട് ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ബാക്കിയുള്ളവരെല്ലാം തങ്ങളുടെ കീഴിൽ വരണം. ഗുരുക്കന്മാർ അങ്ങനെയാണല്ലോ. ഈ നമ്പർ 1ൻ്റെയും നമ്പർ 3യുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അവരുടെ താഴെ ആയിരിക്കണം എല്ലാവരും. അതിനുള്ള ക്വാളിറ്റി അവർക്കുണ്ട്, അതുകൊണ്ടാണ്, അല്ലാതെ വെറുതെ അല്ല. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളുടെ പുറകെ പോകുന്ന ആളുകളാണ്. അതൊക്കെ അവർ കൈവരിക്കുകയും ചെയ്യും അവരുടെ കഴിവുകൊണ്ട്. കാര്യം അവർ വളരെ ഡിസിപ്ലിൻഡാണ്, വളരെ കമ്മിറ്റഡ് ആണ്. അവർക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്ത തൃപ്തിയാവില്ല. ഹാർഡ് വർക്ക് ചെയ്യണം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ അവർക്ക് തോന്നും എൻ്റെ 100% കഴിവും ഞാൻ ഉപയോഗിച്ചില്ല എന്ന് തോന്നും. അങ്ങനെ തോന്നലുകളുള്ള ആളുകളാണ് ഇവർ. ഇവരുടെ ഒന്നെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ്, അല്ലെങ്കിൽ അതേ ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ ഏർലി പ്രൊഫഷണൽ ലൈഫ്, അതായത് ജോലിയുടെ ആദ്യകാലങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടും സ്ട്രഗിൾസൊക്കെ ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ ആ ബുദ്ധിമുട്ടും സ്ട്രഗിൾസും ഒക്കെ ഭാവിയിൽ അവർക്ക് അതിനെ തരണം ചെയ്യാനുള്ള ഒരു കരുത്ത് നൽകുകയും ചെയ്യുന്നത്. ആ ബുദ്ധിമുട്ടുകളിലും പ്രശ്നങ്ങളിൽ നിന്നും ഇവർ പഠിക്കുകയും പാഠം ഉൾക്കൊള്ളുകയും അത് ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തായിട്ട് മാറ്റുകയും ചെയ്യും. അതാണ് ഇവരുടെ ഈ നമ്പർ 3യിൽ ജനിച്ച ആളുകളുടെ ഒരു പ്രത്യേകത. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈലി ഡിവോഷനും ഡിസിപ്ലിനും കമ്മിറ്റ്മെൻറ്റും ഒക്കെയാണ് ഇവർ വർക്കിൻ്റെ കാര്യത്തിൽ. ഇവർ ഫാമിലിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഇവർ കുടുംബത്തിനോട് ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ്. ഫാമിലിയിൽ എല്ലാവരോടും ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ്. എല്ലാവർക്കും ഇവർ ഇഷ്ടമാണ്. എല്ലാവരും ഇവരുടെ ഉപദേശം വാങ്ങിക്കും, എല്ലാവർക്കും ഇവർ പറഞ്ഞു കൊടുക്കും. കാര്യം മെയിൻലി ഗുരു ആണല്ലോ, ജൂപ്പിറ്റർ ആണല്ലോ. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടൊക്കെ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്ത് കളയും. അല്ലെങ്കിൽ അത് ഒരു പൊളിറ്റിക്കലി കറക്റ്റ് വേ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയാണ് ഇവർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അതായത് ഇവരൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നിഷേധിക്കാൻ പറ്റില്ല. വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി പറയുന്നത് പോലെ നമുക്ക് തോന്നും. അങ്ങനെ തോന്നലല്ല, അത് ശരിയുമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഏത് മേഖലയിലും ഇവരോട് സംസാരിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. അല്ലെങ്കിൽ ഇവർ സംസാരിച്ച് നേടാനുള്ള ഒരു ക്വാളിറ്റി ഇവർക്കുണ്ട്. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യും. ടീച്ചേഴ്സ് അങ്ങനെയാണല്ലോ. ഇവർ ഏറ്റവും കൂടുതൽ ശോഭിക്കുന്നത് ആ മേഖലകളിലൊക്കെയാണ്. അതായത് ഒരു ടീച്ചറായിട്ട്, അല്ലെങ്കിൽ ഒരു ഒറേറ്ററായിട്ട്, അങ്ങനെയുള്ള മേഖലകൾ, വാഗ്മിയായിട്ടൊക്കെയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ശോഭിക്കാൻ കഴിയുക. കാര്യം അതൊക്കെ ഇവരുടെ ഗുരുവിൻ്റെ നാച്ചുറൽ ക്വാളിറ്റീസാണ്. പിന്നെ ഇവർ ഈ വർക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇവർ മറ്റുള്ളവരുമായിട്ട് കളിചിരികളിൽ ഏർപ്പെടാനും ഇവർക്ക് വിരോധമൊന്നുമില്ല. നന്നായിട്ട് തമാശ പറയുന്ന ആളുകളാണ്. ആൾക്കൂട്ടത്തിൽ ഷൈൻ ചെയ്യാൻ പ്രത്യേക കഴിവുണ്ട്. ഇവർക്കതിന് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ നല്ല രീതിയിൽ സംസാരിക്കും, നല്ല തമാശകൾ പറയും, ആളുകളായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടും. അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എല്ലാവർക്കും ഇവരെ ഇഷ്ടമാകും. ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ നമ്പർ 3യിൽ ജനിച്ച ആളുകൾ. പിന്നെ അവരുടെ ഒരു പ്രത്യേകത, അവരുടെ ഒരു പ്രത്യേകതയല്ല, അവരുടെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, ഇവർ ഈ ഹൈലി വർക്കഹോളിക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവർക്ക് ഇവരുടെ ഒരു പ്രൊഫഷണൽ ലൈഫും ഇവരുടെ ഒരു പേഴ്സണൽ ലൈഫും തമ്മിലുള്ള ഒരു വേർതിരിവ്, അത് എവിടെ സെറ്റ് ചെയ്യണമെന്ന് ഇവർക്ക് സത്യത്തിൽ അറിയില്ല. അതായത് നമ്മളൊരു ജീവിതത്തിലൊരു വര വരക്കണമല്ലോ, ഈ നമ്മുടെ ഒരു പ്രൊഫഷണൽ ലൈഫിനും പേഴ്സണൽ ലൈഫിൻ്റെ ഇടയിൽ ഒന്നിനെ ബാധിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു വര വരക്കാൻ പലപ്പോഴും ഇവർ മറന്നു പോകും. അതാണ് ഇവരുടെ ഒരു ഡ്രോബാക്ക്. അതുമാത്രമല്ല, ഇവർക്കൊരു അതോറിറ്റീവ് നേച്ചർ ഉള്ളത് കാരണം ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളിലും ഇവർ അതോറിറ്റീവ് നേച്ചർ കാണിക്കും. സണ്ണും അങ്ങനെയാണ്, ചിലപ്പോൾ അവർ അതോറിറ്റീവ് നേച്ചർ കാണിക്കും. കുടുംബത്തിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ ഇവർ വളരെ കാര്യമായിട്ട് നോക്കുന്ന ആളുകളാണ്, അവരുടെ സന്തോഷമൊക്കെ നോക്കുന്ന ആളുകളാണ്. പക്ഷെ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ അധികാരം ചെലുത്തി അറിയാതെ. ഗുരുക്കന്മാരാണല്ലോ, ആര് പറഞ്ഞാലും കേൾക്കില്ല. അപ്പോൾ അത് ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈ ഓവർ വർക്കഹോളിക് ആവുന്നതും ഈ നമ്മുടെ അധികാര സ്വഭാവം
കാണിക്കുന്നതും ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. അപ്പോൾ അത് ഇവർ തന്നെ അത് മനസ്സിലാക്കിയിട്ട് ഇവരുടെ ആ ഒരു ബോസി നേച്ചർ ഇവർ തന്നെ കൺട്രോൾ ചെയ്യണം. അല്ലാതെ അതിന് വേറെ വഴിയില്ല. പിന്നെ വളരെ മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള കഴിവുകളാണ്. അതായത് ഒരേ സമയം ഒരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ ഇവർക്ക് ശ്രദ്ധ ചെലുത്താൻ പറ്റും, പല കാര്യങ്ങൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അത് ഇവരുടെ ഒരു ക്വാളിറ്റിയാണ് മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞത്. സാറ്റേണിനുള്ളൊരു ക്വാളിറ്റിയാണ്, ഗുരുവിനുള്ളൊരു ക്വാളിറ്റിയാണ് അത്. അതുകൊണ്ട് തന്നെ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവരെ ഏൽപ്പിക്കാൻ കഴിയും. അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, വലിയ വലിയ ആളുകൾ പലപ്പോഴും അങ്ങനെയാണ്. ഒരേ സമയം പല കാര്യങ്ങളും അവരുടെ തലയിൽ കൂടി ഓടും. അതൊക്കെ ഇവർ നന്നായിട്ട് മാനേജ് ചെയ്യുകയും ചെയ്യും. അതൊക്കെ ഇവരുടെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇവരുടെ വേറൊരു കാര്യം, വളരെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആളുകളാണ്. വളരെ പെട്ടെന്ന് ഇവർക്ക് ദേഷ്യം വരും. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കണക്ക് സാറിന് ദേഷ്യം വരുന്ന പോലെ ഇവർക്ക് ദേഷ്യം വരും. പക്ഷെ അവർ മാനേജ് ചെയ്യുകയും ചെയ്യും. വളരെ പെട്ടെന്ന് അവരുടെ ദേഷ്യം പോവുകയും ചെയ്യും. അതെങ്ങനെ അത് മാനേജ് ചെയ്യണം, ആ ദേഷ്യം എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ ഇവർക്കറിയാം. പെട്ടെന്ന് ദേഷ്യം വന്നാൽ പോലും അതൊരു മാനേജ് ചെയ്യും. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അതുകൊണ്ട് തന്നെ മുഖത്തടിച്ച പോലെ ചിലപ്പോൾ കാര്യങ്ങൾ പറയും. അപ്പോൾ നമുക്ക് വളരെ അറഗൻ്റ് ആയിട്ടൊക്കെ തോന്നും ഇവരെന്ത് ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ തോന്നും. അങ്ങനെയാണല്ലോ ടീച്ചേഴ്സൊക്കെ, അങ്ങനെയല്ലേ പെരുമാറുന്നത്, ഗുരുക്കന്മാരൊക്കെ അങ്ങനെയാണല്ലോ പെരുമാറുന്നത്. അപ്പം അങ്ങനെ തോന്നിയെന്ന് വരാം. പക്ഷേ അതൊന്നും അവരുടെ ഒരു എന്താ പറയുക, ഒരു ഗോൾഡൻ ഹാർട്ടാണ് ഇവർ. കാര്യം ബേസിക്കലി ഗുരുക്കന്മാർ എല്ലാവർക്കും നന്മ വരുത്തണം, നല്ലത് വരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ, ജ്ഞാനികളായ ആളുകളാണല്ലോ. ആ ക്വാളിറ്റീസൊക്കെ ഇവരും കാണിക്കും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. പിന്നെ ഇവർ ഒരു റിലേഷൻഷിപ്പ് ഏർപ്പെടുകയാണെങ്കിൽ, അതായത് സൈക്കിക് നമ്പർ 1, 3, 6, 9 1, 3, 6, 9 സൈക്കിക് നമ്പറായിട്ട് വരുന്ന ആളുകളുമായിട്ട് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രണയമോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ വളരെ പെട്ടെന്നൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് ഈ നമ്പറുകളുമായിട്ട്, 1, 3, 6, 9 അപ്പം ഒരാൾ സൈക്കിക് നമ്പർ 3 ആണ്, മറ്റേ ആളുടെ സൈക്കിക് നമ്പർ ഈ പറഞ്ഞ ഏതെങ്കിലും ആണെങ്കിൽ വളരെ പെട്ടെന്നൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലോട്ട് പോകും. അതൊന്ന് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇവരുടെ മറ്റൊരു പ്രശ്നം, ഇവർ അംബീഷ്യസ് ആണെന്ന് പറഞ്ഞല്ലോ. പലപ്പോഴും ഓവർ അംബീഷ്യസ് ആയി പോകും. വലിയ വലിയ ആഗ്രഹങ്ങളിലോട്ടൊക്കെ പോകും. ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹങ്ങളിലോട്ടൊക്കെ പോകും. അങ്ങനെ പോയാൽ നമുക്കറിയാം ആഗ്രഹങ്ങൾക്ക് അറുതിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഓട്ടം അവസാനം എവിടെ എത്തില്ല. അപ്പം ഓവർ അംബീഷ്യസ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ വളരെ ശുഭാപ്തി വിശ്വാസമുള്ള ആളുകളാണ് ഇവർ. അതും ചിലപ്പോൾ ഓവറായി പോകും, എക്സസീവ് ഒപ്റ്റിമിസം വരും. അങ്ങനെ ഒരുപാട് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. പലപ്പോഴും ചില അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. അപ്പം അങ്ങനെ ഓവർ ഒപ്റ്റിമിസ്റ്റിക് ആവാതിരിക്കുക. അതുപോലെ തന്നെ ഓവർ അംബീഷ്യസ് ആവാതിരിക്കുക. പിന്നെ ഇവരുടെ പ്രത്യേകത, ഒരു സത്യത്തിനൊരു എക്സാഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട്. അതായത് സത്യത്തിനെ അങ്ങനെ എക്സാഗ്രേറ്റ് ചെയ്ത് പറയും. അല്ലെങ്കിൽ ഒരു ഫാൾസ് ആയിട്ടുള്ള റിയാലിറ്റീസ്, അതായത് കൃത്രിമ സത്യങ്ങൾ പറയും. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഓഷോയുടെയൊക്കെ ചില ടോക്കുകൾ കേട്ടാൽ അറിയാം. അപ്പം ഓഷോ ചില കഥകളൊക്കെ നമ്മളോട് പറയും, ചില കാര്യങ്ങളൊക്കെ നടന്നതുപോലെ പറയും. പക്ഷെ അത് നടന്നിട്ടൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ എസൻസ് നല്ലതായിരിക്കും. പക്ഷേ അവർ കൃത്രിമമായ ചില കഥകൾ ഉണ്ടാക്കുന്നതാണത്. നമ്മൾ ചിലപ്പോൾ സത്യമാണെന്ന് വിചാരിച്ചും പോകും. അങ്ങനെയല്ല, ചില ഫാൾസ് റിയാലിറ്റീസ് അല്ലെങ്കിൽ ഒരു എക്സാഗ്രേറ്റഡ് ട്രൂത്ത്, ഇതൊക്കെ ഇവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളാണ്. ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ അത് പലപ്പോഴും സ്റ്റോറീസൊക്കെ ഉണ്ടാക്കും. ഇവർ കഥകളൊക്കെ ഉണ്ടാക്കി കളയും. ചിലപ്പോൾ കൂട്ടത്തിലുള്ളവരെ കുറിച്ചൊക്കെ കഥകളൊക്കെ ഉണ്ടാക്കി കളയും. അതുപോലെ ഗോസിപ്പൊക്കെ ചിലപ്പോൾ ഇവരുടെ വായിൽ നിന്ന് വീഴും. അത് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, അത് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ അതൊക്കെ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. കാര്യം ചില അകൽച്ചകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ അത് കാരണമാകുകയും ചെയ്യും. അപ്പോൾ അതും കൂടി മനസ്സിലാക്കി വെക്കണം. പിന്നെ ഇവരുടെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി പകുതിക്കും മാർച്ച് പകുതിക്കും ഇടയിലുള്ള സമയം ഇവർക്കൊരു നല്ല സമയമാണ്. അതേപോലെ നവംബർ 25-നും ഡിസംബർ 25-നും ഇടയിലുള്ള സമയം നല്ലതാണ്. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്, എന്തിനും, അതായത് പുതിയ തുടങ്ങാനും എല്ലാ കാര്യങ്ങൾക്കും ഓവറോൾ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും നല്ല സമയങ്ങളാണ് ഇത്. മോശം സമയം എന്ന് പറയുന്നത് ഒക്ടോബറും തൊട്ട് നവംബർ 25 വരെയുള്ള സമയങ്ങളാണ് പൊതുവെ ഒരു വീക്കായിട്ടുള്ള സമയം എന്ന് പറയാം. പിന്നെ ഇവർ ശ്രദ്ധിക്കേണ്ട കളർ എന്ന് പറയുന്നത് യെല്ലോയും ഗോൾഡൻ കളർ ഇവർക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോകളിലെ പോലെ അത് നമുക്ക് എന്തുമായിട്ട് ഉപയോഗിക്കാം. നമ്മളുടെ ഡ്രസ്സായിട്ട് ഉപയോഗിക്കാം, നമ്മളുടെ പേന, നമ്മുടെ മൊബൈൽ, ബെഡ്ഷീറ്റ്, പില്ലോ കവർ, കർച്ചീഫ്, വാട്ടർ ബോട്ടിൽ, എന്തും നമുക്ക് യെല്ലോ കളറും ഗോൾഡൻ കളറും ഇവർക്കൊരു ഫേവറബിൾ ആയിട്ടുള്ള കളറാണ്. ഇത്രയുമാണ് നമ്പർ 3 സൈക്കിക് ആയിട്ട് വരുന്നവരുടെ പ്രത്യേകത. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.